ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം എന്ത് ഇങ്ങനെ 1-to-1 ആയിട്ടുള്ള ഒരു എന്താ പറയുക വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ പോരായ്മകളും കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സ്ക്രീൻ ടൈം തന്നെ, പിള്ളേരുടെ സ്ക്രീൻ ടൈം. അവ നന്നായിട്ട് സ്ക്രീൻ ടൈം ഉള്ള ഒരു കുട്ടിയായിരുന്നു. മെയിൻലി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ ടാബില്ലാതെ ഫുഡ് ഒട്ടും കഴിക്കില്ലാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ അവയെ. കാരണം ഒരു വയസ്സ് വരെയൊക്കെ അവർ നാട്ടിലായിരുന്നു. ആ സമയത്തൊന്നും എന്താ പറയുക സ്ക്രീനിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ആ സമയത്ത് ഞാനും അജയ് ചേട്ടനും ന്യൂലി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരായിരുന്നു. ഞാനാണെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ, അജയ് ചേട്ടനും ന്യൂ ആയിട്ട് തന്നെ കയറിയ ഒരാളായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ വർക്ക് കൾച്ചറോ അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ നമുക്കൊരു ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ജോലി വേണം. അപ്പം ജോലി പോവല്ലെന്നുള്ള വിചാരത്തിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് നേരമൊന്നും നമ്മൾ അവേ ആവാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, നമ്മളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനത്തെ ഒരുപാട് തോട്ട് പ്രോസസ്സ് ഉള്ള കാരണം തന്നെ അവന് ഒരുപാട് നോക്കാനോ ഇല്ലെങ്കിൽ അവൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ സമയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാഹചര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് കഴിക്കാനൊക്കെ എന്തെങ്കിലും എളുപ്പപ്പണി ഇപ്പോൾ അവൻ കാത്തു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുമെങ്കിൽ നമ്മൾ അത് തന്നെ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പോയാണ് അവർക്ക് ഈ ഒരു സ്ക്രീൻ ടൈമിൻ്റെ ഹാബിറ്റ് ഉണ്ടായി വരുന്നത് ഫുഡ് കഴിക്കുമ്പോൾ. അത് പോയി എന്താ പറയുക പിന്നെ ടാബ് ഇല്ലാതെ ഫുഡ് കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇതിന് കാരണക്കാരൻ ഞങ്ങൾ തന്നെയാണ്. ഞാൻ അവനെ ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം അതായിരുന്നു സിറ്റുവേഷൻ. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നീട് ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോഴാണേലും എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ വീഡിയോ വെച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കരുത്, അത് കൊള്ളത്തില്ല എന്നുള്ള കാര്യം. പിന്നെ ഇത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടും എത്ര കണ്ടിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് മാറ്റണേന്നൊക്കെ ഞാൻ കുറേ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും മാറ്റണം എന്ന് പറയുന്നല്ലാതെ അങ്ങനെ ഒരു ഇത് രീതിയിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയത്തില്ല. ഒന്നും എനിക്ക് വർക്കൗട്ട് ആവുന്ന ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വെളിയിൽ ഇറക്കി വിട്ട് കുറച്ച് ഫുഡ് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ക്രീൻ ടൈം കുറയ്ക്കാലോ, ഇല്ലെങ്കിൽ ടാബിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നാട്ടിൽ ചെന്നു, വെളിയിൽ ഇറക്കി വിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. കഴിക്കും, 1-2 വായൊക്കെ കഴിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഫുഡ് ഫിനിഷ് ചെയ്യണമെങ്കിൽ തിരിച്ച് കയറി വന്ന് ടാബ് വെച്ച് കൊടുത്താലേ ഫുൾ ഫിനിഷ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലായി ബഹളമായി. അപ്പോൾ ആരെങ്കിലും വന്ന് ടാബ് വെച്ച് കൊടുക്കും. ആ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നാട്ടിൽ ചെന്നപ്പം അംഗൻവാടിയിൽ വിട്ടു. അവിടെയാണെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ ലഞ്ച് അവൻ തന്നെ കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. എന്താ പറയുക പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എന്ന് തോന്നുന്നു സ്ക്രീൻ വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ടാബ് വേണം, അത് നിർബന്ധം. പിന്നെ നാട്ടിൽ വെച്ച് ഈ കാര്യമൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ച് ഞങ്ങളിവിടെ വന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാം. കാരണം ഇത് അത്ര നല്ല ശീലമല്ല. എപ്പോഴും അവൻ എന്താ കഴിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. എന്ത് നമ്മൾ കൊടുക്കണോ അത് കഴിക്കുന്നു. എപ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യം കിച്ചണിൽ മിണ്ടുന്നു കഴിക്കാമെന്ന് പറയുന്നു അപ്പം ടാബ് എടുത്തുകൊണ്ട് വരും. ആ ഒരവസ്ഥയിലായിരുന്നു. പിന്നെ ഇവിടെ നഴ്സറി പോകുന്നുണ്ട്. ഇവിടെ നഴ്സറിയിലാണെങ്കിൽ അവനൊരു സ്നാക്ക് ഇൻ്റർവെല് മാത്രമേ ഉള്ളൂ. അത് അവൻ അവിടെ നിന്ന് കഴിക്കും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നു കഴിയുമ്പോഴായിരിക്കും ഫുഡ് കഴിക്കുന്നതൊക്കെ. അതിനാണ് മെയിൻ ഇഷ്യൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൻ്റെ ടാബിൻ്റെ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ചാർജ് ചെയ്യുന്നില്ല, എങ്ങനെയാണേലും ഫുഡ് കഴിപ്പിച്ചിട്ടേ എന്താ പറയുക സ്ക്രീൻ കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അന്നത്തേത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-2.5 വർഷമായി. അപ്പോൾ എനിക്കറിയാം ഇൻ ആൻഡ് ഔട്ട് എവിടെ വർക്ക് ചെയ്യണം, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എത്ര സമയം എടുത്താലും ഇന്ന് ടാബിൽ വെച്ച് കൊടുത്ത് ഫുഡ് കൊടുക്കുന്നില്ല എന്ന്, മീൻസ് ചാർജിൽ ഇട്ടിട്ട് ഫുഡ് കൊടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ അവനെയും കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഇട്ടിട്ടില്ല. അവൻ ടാബിൻ്റെ ചാർജ് തീർന്നാലും അത് കുത്തിയിട്ടിട്ടായിരുന്നു കാണുന്നത്. എൻ്റെയോ അജയ് ചേട്ടൻ്റെയോ ഫോണോ ലാപ്ടോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ലായിരുന്നു കേട്ടോ. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഇതിന് ചാർജ് ഇല്ലെന്ന് പറഞ്ഞാലും പിന്നെ ഫോണോ ഇതൊന്നും ചോദിച്ചുകൊണ്ട് വരില്ലായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ എന്താ പറയുക ചാർജിൽ ഇട്ടിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറേ കൺവിൻസ് ചെയ്തു. അമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ ടാബ് വെച്ച് തരാം, ഇപ്പോൾ ഫുഡ് കഴിക്കുക, ടാബിന് ചാർജ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുറേ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അന്ന് എങ്ങനെയൊക്കെയോ ഒരു 1-1.5 മണിക്കൂർ എടുത്ത് കുറച്ച് ഫുഡ് കഴിച്ചു. എന്ന് കഴിക്കുന്ന അത്രയും ഫുഡും കഴിച്ചില്ല, കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ എന്തൊക്കെയോ കഴിച്ചു എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ടാബ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവനെ കൊണ്ട് ഉറക്കിയത്. അപ്പോൾ പിന്നെ ഓക്കെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് സാധിച്ചും കൊടുത്തല്ലോ. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ടാബും വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ ഇത് തന്നെ വൈകുന്നേരം ഒന്ന് പരീക്ഷിച്ച് നോക്കാം, സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ സെയിം ഇത് തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവനോട് പറഞ്ഞു ചാർജ് ഇല്ല, ഉച്ചയ്ക്കത്തെ പോലെ ചാർജ് ഇല്ല,
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ വെച്ചുതരാം. വൈകുന്നേരവും ഇരുന്ന് കഥ പറഞ്ഞ് പിന്നെ എന്താ പറയുക, കഥ എന്നും കേൾക്കുന്ന കഥയാകുമ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. പിന്നെ ഞാനത് കഥകളൊക്കെ ഉണ്ടാക്കി പറയാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വൈകുന്നേരം എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചു. അതും ഈ പറഞ്ഞ കണക്ക് കുറേ സമയം എടുത്തു, എന്നും കഴിക്കുന്നത്രയും ഫുഡ് കഴിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫുഡ് സ്ക്രീൻ നോക്കാതെ ഇത്രയും ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിച്ചല്ലോ എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ, കാരണം കിച്ചണിൽ ഇരുന്നായിരിക്കും മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തവിയോ ചട്ടുകയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ ആ ദോശമാവിൻ്റെ ഇട്ടിട്ട് ഇളക്കാൻ കൊടുത്താലും അവിടെ ഇരുന്ന് കഴിച്ചോളുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ ടാസ്ക്കുള്ള പരിപാടിയല്ല. അങ്ങനെ കൊടുത്തു. പിന്നെ വരുന്നത് പിറ്റേ ദിവസത്തെ അതായത് നെക്സ്റ്റ് ഡേയിൽ ഉച്ചയ്ക്കത്തെ കാര്യമാണല്ലോ. ഉച്ചയ്ക്കത്തെ കാര്യം വന്നു കഴിയുമ്പോൾ എനിക്കൊരു ആമസോണിൻ്റെ പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കൊടുത്തു നോക്കാം, ഇന്ന് ഇത് പൊളിക്കാൻ കൊടുത്തു നോക്കാം. ഇതെനിക്കൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഐഡിയ ആയിരുന്നു കേട്ടോ. അവളുടെ കുട്ടിക്ക് അവൾ പരീക്ഷിച്ച് നോക്കിയത്. അപ്പം ഓക്കെ, അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് വരുമ്പോൾ പാഴ്സൽ കൊടുക്കാം. അങ്ങനെ നഴ്സറിയിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നപ്പം ഞാനൊരു കത്രികയും ഈ പാഴ്സലും കൂടെ വെച്ച് കൊടുത്തു. അത് ഇങ്ങനെ പൊളിക്കുന്നത്. പിന്നെ അവയ്ക്ക് കത്രിക ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. അപ്പം അത് നമ്മളിങ്ങനെ എന്താ പറയുക, അവൻ കാണാതെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ അല്ലാതെ അവൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. അത് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് ടാബിനെ കുറിച്ച് അത്ര ചിന്തിക്കാതെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ ടാബും വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കണമല്ലോ പിള്ളേരുടെ അടുത്ത്. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അമ്മ ടാബ് വെച്ച് തരും എന്നുള്ളത്. അങ്ങനെ ടാബ് വെച്ച് കൊടുത്തു. അങ്ങനെ എന്താ പറയുക, വൈകുന്നേരവും ഞാനിങ്ങനെ എന്താ പറയുക കത്രികയും ഇതൊക്കെ തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഈ 2-3 ആഴ്ച കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കത്രിക ചെയ്ത് കൊടുക്കും. ചില ദിവസങ്ങളിൽ നമ്മുടെ പുതിയ ഉടുപ്പിൻ്റെ ഈ ടാഗ് ഉണ്ടല്ലോ, ആ ടാഗ് കട്ട് ചെയ്തത് കാണും. അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി നേരെ മൊത്തം വെതറും. എന്നാലും കുഴപ്പമില്ല, കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വെജിറ്റബിൾസ് കട്ടിംഗ് ബോർഡിൻ്റെ അകത്ത് വെജിറ്റബിൾസ് വെച്ചിട്ട് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് കൊടുക്കും. കൂടാതെ എന്താ പറയുക, വാട്ടർ കളർ, അവൻ ഇങ്ങനെ വാട്ടർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കുക എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ അവനെ കണ്ടിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതും നമ്മൾ അവനെ ഇപ്പോൾ കത്തിയൊക്കെ എടുത്ത് നമ്മൾ വേണ്ടാന്ന് പറയുമല്ലോ, വെജിറ്റബിൾസ് ഒന്നും നമ്മൾ കട്ട് ചെയ്യാൻ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളും അവനെ കൂടുതലും എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു വന്നു കഴിഞ്ഞപ്പം പയ്യെ ടാബിനോടുള്ള കാര്യങ്ങൾ പോയി തുടങ്ങി. ഫുഡ് കഴിക്കാൻ തുടങ്ങി ടാബില്ലാതെ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഞാൻ ടാബ് വെച്ച് കൊടുക്കും കേട്ടോ. കാരണം നമുക്കൊരു ട്രസ്റ്റ് വേണമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഓക്കെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അമ്മ ടാബ് വെച്ച് തരും, ഇല്ലെങ്കിൽ ഇത് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായി. ഒരു 2-3 ആഴ്ച ഞാൻ ഇങ്ങനെ പോയി. ഇപ്പോൾ അവന് ടാബോ ഇല്ലെങ്കിൽ ഒന്നും സ്ക്രീനോ ഒന്നും വേണ്ട, ഫുഡ് കഴിച്ചോളും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ വെളിയിൽ പോവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടാബ് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചും ഇതെടുത്തുകൊണ്ട് പോകണം, എവിടെ ചെന്നാലും ഇത് വെച്ച് കൊടുത്താലേ ഫുഡ് കഴിക്കുള്ളൂ, അതൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ പോയാൽ തന്നെ ഫുഡ് കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടോ എനിക്ക് തോന്നുന്നത്. ഈ ഫുഡിന് വേണ്ടി സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് മാത്രമല്ല, അവന് കുറേ ചേഞ്ചസ് വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാബിനെ കുറിച്ച് ചിന്തിക്കേണ്ട, തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഫുഡ് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ ഞാൻ തന്നെ കഴിക്കാമെന്ന് പറയാൻ തുടങ്ങി. അവൻ എന്താ കഴിക്കുന്നതെന്ന് അവന് തന്നെ ഒരു ബോധം ഉണ്ടായി തുടങ്ങി. നേരത്തെ ടാബ് വെച്ച് കൊടുക്കുന്നു, നമ്മൾ ഫുഡ് വായി കൊടുക്കുന്നു, എന്താ കഴിക്കണേന്ന് പോലും കൊച്ചിന് അറിയത്തില്ലായിരുന്നില്ല. ഇപ്പോൾ അവൻ ചോദിക്കും എന്താ അമ്മ ഇത്, എന്താ കറി, ഇല്ലെങ്കിൽ ഇത്. അവന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഫുഡ് വിളമ്പുന്ന സമയമാകുമ്പോൾ അവൻ വരും, അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ വിളമ്പി വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അജേഷനും കുറച്ച് നേരം കൂടുതൽ ഇന്ന് സംസാരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ടേബിളിൽ നിന്ന് എന്താ പറയുക പാത്രമെല്ലാം എടുത്ത് കിച്ചണിൽ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന മെയിൻ കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്ക്രീൻ ടൈമിനെ മാത്രമല്ല, അവരുടെ കുറേ കൂടുതൽ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങും, കുറേ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പോൾ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണേലും, പാത്രം തിരിച്ചു കൊണ്ട് വെക്കുന്ന കാര്യമാണേലും, തന്നെ കഴിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച്. ഇതൊന്നും ഞാൻ എന്താ പറയുക, അവൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇതൊക്കെ അവൻ ചെയ്യുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലെയല്ല. ഇതൊക്കെ ചെയ്യണ കണ്ടപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക നല്ല കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ.
അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവയുടെ ഫുഡ് ടൈമിൽ സ്ക്രീൻ ടൈം കുറച്ചെടുത്തത്. അല്ലാതെ അവൻ അങ്ങനെ വലിയ സ്ക്രീൻ ടൈം കാണുന്ന ഒരു കുട്ടിയല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഈ ആഴ്ച മീൻസ് ഈ ടേം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാഴ്ച ഹോളിഡേയ്സ് ഒക്കെ വരും. ആ സമയത്ത് എനിക്കും അജയ് ചേട്ടനും വല്ല മീറ്റിംഗ് അറ്റ് എ ടൈം വരുവാണെങ്കിൽ മാത്രമേ പിന്നെ അവൻ കുറച്ചും കൂടെയൊക്കെ സ്ക്രീൻ കാണുന്ന ഒരു ഇതുള്ളൂ. അല്ലാതെ ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതൊക്കെ അവൻ കാണാറുള്ളൂ ഇപ്പം ഇതൊരു രീതിയിൽ. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ കുട്ടിക്ക് അത് വർക്കൗട്ട് ആയാലോ. പിന്നെ അവൻ സ്ക്രീൻ ഇല്ലാതെ കഴിക്കുന്ന സമയത്ത് നമ്മളും സ്ക്രീനൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം കുട്ടികൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. കാരണം ഒരു പ്രാവശ്യം അജയ് ചേട്ടൻ ഇങ്ങനെ എന്തോ മെസ്സേജോ എന്തോ നോക്കുന്ന സമയത്ത് അവ ചോദിച്ചു, അച്ഛൻ ഫോൺ എടുത്തേക്കുന്നു, അവയ്ക്കും ടാബ് വേണമെന്നോ അങ്ങനെ എന്തോ ചോദിച്ചായിരുന്നു. പിന്നീട് ഞങ്ങളത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ട് അവൻ ഫുഡ് കഴിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തോ ഒരു ടാബോ അങ്ങനെ ഒരു കാര്യങ്ങളും എടുക്കുക. അതുകൊണ്ട് കുട്ടികൾ കഴിക്കുന്ന മീൻസ് അവരെ ടാബിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നമ്മളും കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ മാറും. പിന്നെ ഈ ഒരു വിദ്യയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് വലിയ മാറ്റം വരും. ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുന്ന മാത്രമല്ല, എന്താ പറയുക, ഈ അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതുപോലെ അവൻ എന്താ കഴിക്കണേന്ന് മനസ്സിലാക്കുക, തന്നെ കഴിക്കാൻ തുടങ്ങുക, അങ്ങനെ. പിന്നെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് സ്വന്തം വയറനുസരിച്ച് കഴിക്കാൻ തുടങ്ങി. നേരത്തെ ഈ ടാബ് വെച്ച് എടുത്ത് കഴിക്കുമ്പം എന്താ പറയുക, വയററിയാതെ ഫുഡ് കഴിക്കുമായിരുന്നു. ചില ദിവസമൊക്കെ ഫുഡ് ഭയങ്കരമായിട്ട് വയററിഞ്ഞിട്ട് ടമ്മി വേന എടുക്കുക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവനാണേൽ എന്താ പറയുക, വയറനുസരിച്ച് കഴിക്കുന്ന അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോൾ അവർ വയറ് നിറയണോ അപ്പോൾ അവൻ പറയും വേണ്ട, പിന്നെ ഞാൻ ഒട്ട് നിർബന്ധിക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഞാനൊരു എന്താ പറയുക അവനെ ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് സ്ക്രീൻ മാറ്റിയെടുക്കാനും നോക്കിയ കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.